കരുണാപുരം ഗ്രാമപഞ്ചായത്തിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. പദ്ധതി രൂപീകരണത്തിനുള്ള ആസൂത്രണ സമിതിയിൽ നിന്നും കോൺഗ്രസ് പ്രതിനിധികളെ ഒഴിവാക്കിയതിലാണ് പ്രതിഷേധം. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ കൂട്ടായ്മയും അംഗങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണത്തിനുള്ള ആസൂത്രണ സമിതി യോഗത്തിൽ നിന്നും കോൺഗ്രസ് പ്രതിനിധികളെ ഒഴിവാക്കിയെന്നാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ ആരോപണം. പഞ്ചായത്ത് പ്രസിഡന്റ് വികസന കാര്യങ്ങളിൽ പച്ചയായ രാഷ്ട്രീയം കലർത്തുകയാണെന്നും പ്രതിപക്ഷ അംഗങ്ങളോട് വിവേചനപരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിച്ചു. ഗസറ്റഡ് ഓഫീസർമാരായ പഞ്ചായത്ത് സെക്രട്ടറി, കൃഷി ഓഫീസർ, FHCയിലെ മെഡിക്കൽ ഓഫീസർ എന്നിവർ മാസങ്ങളായി കരുണാപുരം പഞ്ചായത്തിലില്ല. ഇതിനെ തുടർന്ന് ഗസറ്റഡ് ഓഫീസർ ഒപ്പിടേണ്ട സാഹചര്യത്തിൽ അന്യ പഞ്ചായത്തുകളെയാണ് ഇപ്പോൾ കരുണാപുരത്തുകാർ ആശ്രയിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ പിടിപ്പുകേടാണ് ഇതിന് കാരണമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിക്കുന്നു. പ്രതിപക്ഷ പഞ്ചായത്ത് അംഗങ്ങളോടുള്ള ഫണ്ട് വിതരണത്തിലെ വിവേചനം തുടരുകയാണെന്നും പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ കൂട്ടായ്മയും അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു. സാധാരണ ആസൂത്രണ സമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. അതാണ് ഇത്രയും കാലം അതാണ് പാലിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ പാർട്ടി ഓഫീസിൽ നിന്ന് വന്ന ഒരു ലിസ്റ്റ് നമുക്ക് തോന്നിപ്പോകുന്നത് ഏരിയ കമ്മിറ്റി ലിസ്റ്റാണോ എന്ന്. ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറിമാർ 3 പേര്, CPIയുടെ ലോക്കൽ സെക്രട്ടറി, അതുപോലെ തന്നെ കേരള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്. ഇതിൽ കോൺഗ്രസ് അംഗങ്ങളെ മനഃപൂർവ്വം ഒഴിവാക്കുകയും പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനാലാണ് ഇത്തരമൊരു സൂചനാ സമരം, ഇതൊരു സൂചന മാത്രമാണ് ഇങ്ങനൊരു സൂചനാ സമരം നടത്തിയത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്? ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആ കസേരയിൽ ഇരുന്നുകൊണ്ട് പാർട്ടി ഓഫീസിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇവിടെ വന്നിരുന്ന് വായിക്കുന്നത്. അപ്പോൾ പ്രസിഡന്റിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പ്രസിഡന്റ് കാലുമാറി അങ്ങോട്ട് ചെന്നതുകൊണ്ട് ഇന്നത് വായിക്കാൻ പറഞ്ഞാൽ ഇന്നത് മാത്രമേ പ്രസിഡന്റിന് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കഴിവുകെട്ട ഒരു ഭരണസമിതി. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.